വെൽക്കം ടു എജുപോഡ്. മക്കളെ, നമുക്കൊരു ഷോർട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ? ഷുവർ ആയിട്ട് നമുക്ക് ഈ ഓണം എക്സാമിന് ചാൻസ് കൂടുതലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ? റെഡിയല്ലേ നിങ്ങളെ? ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും പഠിച്ചോളൂ. ഓക്കെ അല്ലേ? നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഈ നോട്ട്സ് ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുപാട് ലഭ്യമാണ്. നോട്ട്സ് ആയിക്കോട്ടെ, അതുപോലെ ജോഗ്രഫിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ദെൻ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദെൻ മൈക്രോബിറ്റും ഓരോ ചാപ്റ്റേഴ്സിന്റെ സമ്മറി വരെ അവൈലബിൾ ആണ്. അപ്പൊ റെഡിയാണോ നിങ്ങളെ? റെഡി അല്ല മക്കളെ? നമുക്ക് നോക്കാല്ലേ ഏത് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്? എന്താണ്? ഡിസ്കസ് ദ ഡിഫറെന്റ് അപ്രോച്ചസ് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഹ്യൂമൻ ഡെവലപ്മെന്റിൽ എന്തുണ്ട് മക്കളെ? മനുഷ്യ വികസനത്തിന് വ്യത്യസ്ത സമീപനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. 3 സമീപനങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. ഉണ്ടോ ഇല്ലേ? അപ്പൊ അത് എന്തൊക്കെയാണ്? വെൽഫെയർ ഓഫ് സ്കൂൾ ഓഫ് അപ്രോച്ചസ്. എന്താണ് വെൽഫെയർ ഓഫ് സ്കൂൾ? ഭൂമിശാസ്ത്രത്തിലെ ക്ഷേമം അല്ലെങ്കിൽ മാനവിക ചിന്താധാര പ്രധാനമായും ജനങ്ങളുടെ സാമൂഹിക ക്ഷേമത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ് വെൽഫെയർ സ്കൂൾ ഓഫ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് എന്ന് പറയുന്നത് റാഡിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ആണ്. ദാരിദ്ര്യം, അതുപോലെ തന്നെ സാമൂഹിക അസമത്വം എന്നിവയുടെ അടിസ്ഥാന കാരണം വിശദീകരിക്കലാണ് എന്ന് പറഞ്ഞ റാഡിക്കൽ സ്കൂൾ ഓഫ് തിങ്കേഴ്സ് പറയുന്നത്. ദെൻ മറ്റൊന്നാണ് ബിഹേവിയറൽ സ്കൂൾ ഓഫ് അപ്രോച്ചസ്. ഏതൊക്കെയാണ് ബിഹേവിയർ അല്ലെ? ഇത് 3 നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. എന്തായാലും ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മക്കളെ ജനസാന്ദ്രത? ഇത് ക്വസ്റ്റ്യൻ അല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. എന്തായാലും പഠിച്ചു വെച്ചോളൂ. എന്താണ് ജനസാന്ദ്രത? ഒരു പ്രദേശത്തിന്റെ ജനസംഖ്യ ആ സ്ഥലത്തിന്റെ വിസ്തീർണം കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ജനസാന്ദ്രത നമുക്ക് ലഭിക്കും. ഒരു പ്രദേശത്തിന് താങ്ങാൻ കഴിയുന്ന ജനസംഖ്യ ഒരു പരിധിയുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ ജനസംഖ്യ വരുമ്പോൾ എന്താകും? അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ആ ഒരു പ്രദേശത്തിന്റെ വിസ്തൃതിയും അവിടെയുള്ള ജനസംഖ്യയും കൂട്ടിയിട്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ജനസാന്ദ്രത നമുക്ക് ലഭിക്കും. അപ്പോൾ ഇക്വേഷനൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇക്വേഷനോട് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ? മറ്റൊന്നാണ് ക്രൂഡ് ബർത്ത് റേറ്റ്, ക്രൂഡ് ഡെത്ത് റേറ്റ് ആൻഡ് മൈഗ്രേഷൻ. എന്താണ് ജനന നിരക്ക്? എന്താണ് മരണനിരക്ക്? അതുപോലെ തന്നെ കുടിയേറ്റം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. എന്തായാലും ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മക്കളെ ക്രൂഡ് ബർത്ത് റേറ്റ്? ജനസംഖ്യാ വളർച്ചയുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു അളവുകോലാണ് ക്രൂഡ് ജനന നിരക്ക് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ജനസംഖ്യയിലെ 1000 ആളുകൾക്ക് ഒരു വർഷത്തിൽ സംഭവിക്കുന്ന ജീവനുള്ള ജനങ്ങളുടെ എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ജനന നിരക്ക് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് കണക്കാക്കാം? CBR നമുക്ക് എങ്ങനെയാണ് കണക്കാക്കാം? CBR = B നമ്പർ ഓഫ് ബർത്ത് ബൈ P × 1000. അങ്ങനെയാണ് നമ്മൾ കണക്ക്. P അവിടുത്തെ അർദ്ധവാർഷിക ജനസംഖ്യയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് കണക്കാക്കാം. നെക്സ്റ്റ് ആണ് ക്രൂഡ് ഡെത്ത് റേറ്റ്. ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ 1000 പേരിൽ എത്ര പേർ മരിക്കുന്നു എന്ന നിരക്കാണ് CDR എന്ന് പറയുന്നത്. അപ്പൊ CDR എങ്ങനെ കണക്കാക്കാം? എങ്ങനെയാണ്? മറ്റേതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ? = D നമ്പർ ഓഫ് ഡെത്ത് ബൈ P × 1000. നമുക്ക് CDR കണക്കാക്കാം. D നമ്പർ ഓഫ് ഡെത്ത്, ദെൻ P അർദ്ധവാർഷിക ജനസംഖ്യ. അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്കാക്കാം. സിമ്പിൾ ആണല്ലോ. ദെൻ മറ്റൊന്നാണ് മൈഗ്രേഷൻ. മക്കളെ കുടിയേറ്റം? ആളുകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറുമ്പോൾ അവർ മാറുന്ന സ്ഥലത്തെ ഉത്ഭവ സ്ഥാനമെന്നും അവർ പോകുന്ന സ്ഥലത്തെ
ലക്ഷ്യസ്ഥാനമെന്നും വിളിക്കുന്നതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോ നമുക്ക് എങ്ങനെയൊക്കെയുണ്ട്? അപ്പൊ ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലോട്ടുണ്ടാകും, അതുപോലെ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലോട്ടുണ്ടാകും, നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലോട്ടുണ്ടാകും, നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലോട്ട് മൈഗ്രേഷൻ നമുക്ക് ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ പുൾ ഫാക്ടേഴ്സും പുഷ് ഫാക്ടേഴ്സും ഉണ്ട്. പുൾ ഫാക്ടേഴ്സ്, പുഷ് ഫാക്ടേഴ്സ് നമുക്ക് എവിടെ കാണാറുണ്ട്? നമുക്ക് മൈഗ്രേഷനിൽ കാണാറുണ്ട്. നിർബന്ധിത കുടിയേറ്റവും ആകർഷക കുടിയേറ്റങ്ങളൊക്കെ കാണാറുണ്ട്. ഇത് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. യെസ്, മറ്റൊരു ടോപ്പിക് ആണ് വേരിയസ് അപ്രോച്ചസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്. എന്താണ്? മാനവ വികസനത്തിലെ വിവിധ സമീപനങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എന്തായാലും പഠിച്ചു വെച്ചോടി. ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഷുവർ ആണ്, എന്തായാലും ചോദിക്കും. നോക്കിയാലോ എന്തൊക്കെയാണ് നമ്മുടെ അപ്രോച്ചസ്. ഒന്നെന്താണ്? ഒന്ന് ഇൻകം അപ്രോച്ച്, അതുപോലെ തന്നെ വെൽഫെയർ അപ്രോച്ച്, മിനിമം നീഡ്സ് അപ്രോച്ച് ആൻഡ് capabilities approach. വരുമാന സമീപനം, ക്ഷേമ സമീപനം, അടിസ്ഥാന ആവശ്യ സമീപനവും കാര്യശേഷി സമീപനവും. 4 അപ്രോച്ചസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഇൻകം അപ്രോച്ച് എന്ന് പറയുമ്പോൾ? എന്താണ്? വളരെ പഴക്കം ചേർന്ന ഒരു അപ്രോച്ചാണ്, സമീപനമാണ് ഇത് പറഞ്ഞ ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ ക്ഷേമ സമീപനം എന്താണ്? എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ഗുണഭോക്താക്കളായി അല്ലെങ്കിൽ ലക്ഷ്യങ്ങളായി ജനങ്ങളെ കാണുന്ന സമീപനമാണ് എന്ത് പറയുന്നത്? ക്ഷേമ സമീപനം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് എന്ത്? അടിസ്ഥാന ബേസിക് നീഡ്സ് അപ്രോച്ച്. ഇതെന്താ? ILO ആണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മനുഷ്യന്റെ 6 അടിസ്ഥാന ആവശ്യങ്ങളായ ആരോഗ്യം, വിദ്യാഭ്യാസം, ഭക്ഷണം, ജലജല ശുചിത്വം, പാർപ്പിടം എന്നീ സൗകര്യങ്ങൾ എന്നിവ നിറവേറ്റിക്കൊണ്ട് വികസനം വർദ്ധിപ്പിക്കുന്ന സമീപനമാണ് എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന ആവശ്യ സമീപനം എന്ന് പറയുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കാര്യശേഷി സമീപനം. ഇതാര് കൊണ്ടുവന്നാണ്? പ്രൊഫസർ അമർത്യ സെൻ ആണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്താണ് ഈ സമീപനത്തിൽ വക്താവ്? ആരോഗ്യം, വിദ്യാഭ്യാസം, വിഭവ ലഭ്യത എന്നീ മേഖലകളിൽ മനുഷ്യന് കാര്യശേഷി ഉണ്ടായിരിക്കണം എന്നാണ് ഇതിലൂടെ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 4 സമീപനങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ. തോട്ട വിള കൃഷിയുടെ സവിശേഷതകളെ പറ്റി ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. ആരാണ് നമ്മുടെ ഇന്ത്യയിൽ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ കൊണ്ടുവന്നത്? ആരാണ്? നമുക്കറിയാം, യൂറോപ്യന്മാരാണല്ലോ. ആണല്ലോ, യെസ്. ഉഷ്ണമേഖലാ പ്രദേശത്തിനോടടുത്തുള്ള അവരുടെ കോളനികളിൽ യൂറോപ്യന്മാരാണ് പ്ലാന്റേഷൻ കൃഷി അവതരിപ്പിച്ചത്. ഏതൊക്കെയാണ്? ടീ, കോഫി, കൊക്കോ, റബ്ബർ, കോട്ടൺ, ഓയിൽ പാം, ഷുഗർ കെയിൻ, ബനാന, പൈനാപ്പിൾ ഒക്കെ അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ പ്ലാന്റേഷൻ കൃഷി. യെസ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുക? നമ്മുടെ ഈ ഒരു നോട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഓണം എക്സാമിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കാരണം എന്താണ്? ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടേ? ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ്. ഇത് മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്താവും? എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പൊ ഇത് മാത്രം പഠിച്ചു പോയാൽ പോരെ? അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഗ്രൂപ്പ്, നമ്മുടെ ഈ വീഡിയോക്ക് താഴെ നമ്മുടെ കമന്റ് ബോക്സിലായിട്ട് നമ്മുടെ ഈ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? റെഡി അല്ലേ? യാ, there are the different types of farming methods in the world. എന്താണ്? വിവിധ തരത്തിലുള്ള കാർഷിക രീതികളുണ്ട്. അവയിൽ ഏതെങ്കിലും 3 എണ്ണത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഏതൊക്കെയാണ്? ഒന്നാണ് നമ്മുടെ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. അതുപോലെ തന്നെ ഒന്നെന്താണ്? പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. അതുപോലെ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. ഇത് 3 പഠിച്ചു വെച്ചോളൂ. എന്തായാലും എക്സാമിന് ചോദിക്കും, നിർബന്ധമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? ഷിഫ്റ്റിംഗ്
കൾട്ടിവേഷൻ എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, മധ്യ അമേരിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ പല ഗോത്രങ്ങളും പ്രാകൃതമായ ഉപജീവന കൃഷിയോ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് സ്ഥാനാന്തര കൃഷിയോ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇങ്ങനെ ഇത് എന്താണ്, ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്ന പേരിലും ഇത് വിളിക്കുന്നുണ്ട്. അതും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാർഷിക രീതിയാണ്. അപ്പോൾ ട്രഡീഷണൽ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ ഡിഫറെന്റ് പ്രദേശങ്ങൾ, ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ എന്ത് പേരിൽ അറിയപ്പെടുക, എന്താണ്, ജൂമിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ സെൻട്രൽ അമേരിക്ക, മെക്സിക്കോയില് ഇത് മിൽപ്പ എന്ന പേരിലും, ഇന്തോനേഷ്യ, മലേഷ്യയിൽ ഇത് ലഡാങ് എന്ന പേരിലുമാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓരോ പ്രദേശങ്ങളും ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഡിഫറെന്റ് നെയിംസിലാണ് അറിയപ്പെടുന്നത്. പഠിച്ചിട്ട് നമുക്ക് എന്തായാലും ഇത് ചോദിക്കും. ദെൻ മറ്റൊന്നാണ് എന്ത്, ഇന്റൻസീവ് സബ്സിസ്റ്റന്റ് അഗ്രികൾച്ചർ, തീവ്ര ഉപജീവന കൃഷി. എന്താണ്? മൺസൂൺ മഴയുള്ള ഏഷ്യയിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ തീവ്രമായ ഉപജീവന കൃഷി കാണുന്നുണ്ട്. തീവ്രമായ ഉപജീവന കൃഷി 2 വ്യത്യസ്ത രീതികളിലാണ് നടക്കുക. ഒന്ന് എന്താണ്, വെറ്റ് പാഡി കൾട്ടിവേഷൻ ആണ്. വെറ്റ് പാഡി കൾട്ടിവേഷനും എന്താണ്, ഇപ്പൊ നമുക്ക് നനഞ്ഞ നെൽകൃഷിയാണ് പ്രധാനം. നെൽകൃഷി ചെയ്യുമ്പോൾ എന്ത് വേണം, നല്ല നനവുള്ള മണ്ണ് വേണം, വെള്ളം കെട്ടി നിർത്തുന്ന ഏരിയ വേണം, എന്നാലേ നെൽകൃഷി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അത്തരം മേഖല വെറ്റ് പാഡി കൾട്ടിവേഷനും. ദെൻ മറ്റൊന്നാണ് എന്ത്, നോൺ പാഡി കൾട്ടിവേഷൻ, നെല്ല് ഇതര കൃഷി. നെല്ല് ഒഴികെയുള്ള വിളകൾ കൃഷി ചെയ്യുന്ന കാലാവസ്ഥ, മണ്ണ്, മറ്റ് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്നീ വ്യത്യസ്തം കാരണം ഈ പ്രദേശങ്ങളിൽ നെൽകൃഷി ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നെൽകൃഷി അല്ലാത്തവയാണ് നോൺ പാഡി കൾട്ടിവേഷനിൽ ഉൾപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? then മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഇമ്പോർട്ടൻറ്റ്, ട്രാൻസ്ഹ്യൂമൻസ്. പഠിച്ചു വെച്ചോളൂ, എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ ക്വസ്റ്റ്യൻ ഇല്ലാതിരിക്കില്ല മക്കളെ, നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളൂ. എന്തായാലും മസ്റ്റാണ് ട്രാൻസ്ഹ്യൂമൻസ്. ആരാ ട്രാൻസ്ഹ്യൂമൻസ് അറിയോ? എന്താണ് നോക്കൂട്ടോ, വേനൽക്കാലത്ത് മൃഗങ്ങളുടെ കൂട്ടങ്ങളെ സമതല പ്രദേശങ്ങളിൽ നിന്ന് എങ്ങോട്ടാണ്? പർവ്വത പ്രദേശങ്ങളിലെ മേച്ചിൽപ്പുറങ്ങളിലോട്ട് കൊണ്ടുപോകുന്നു. ഇത് സമ്മർ സീസണിലാണ്. ഇപ്പൊ നല്ല മഞ്ഞൊക്കെയുള്ള നല്ല ശൈത്യകാലത്ത് എന്ത് ചെയ്യും, നമുക്കറിയാം പർവ്വതമേലൊക്കെ നല്ല മഞ്ഞുണ്ട്, തണുപ്പാകും. അപ്പൊ പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് അവരെ സമതലങ്ങളിലോട്ട് കൊണ്ടുപോകുന്നു. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഹ്യൂമൻസി എന്ന് പറയുന്നത്. അപ്പൊ ആട്ടിടയനും ആടുകളൊക്കെ മൃഗങ്ങളെ പരിപാലിക്കുന്ന ട്രാൻസ്ഹ്യൂമൻസിൽ ഇങ്ങനെയാണ്. ഓക്കെ ആണല്ലോ? സെറ്റല്ലേ? യാ. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്ത്, ഡിഫറെന്റ് ഫേസസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ. എന്താണ്, ഇന്ത്യയിലെ ജനസംഖ്യ 4 വിവിധ ഘട്ടങ്ങളാണ് പറയുന്നത്. ഈ 4 ഘട്ടങ്ങളും പഠിച്ചു വെച്ചോളൂ. ഫേസ് 1 1901 to 1921, ഫേസ് 2 1921 to 1951, ഫേസ് 3 1951 to 1981, ഫേസ് 4 1981 to 2001. പഠിച്ചു നമുക്ക് എന്തായാലും മക്കളെ ചോദിക്കും, നിർബന്ധമായിട്ടും ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഓക്കെ അല്ലേ? ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, റൂറൽ സെറ്റിൽമെന്റ് ഇൻ ഇന്ത്യ. 4 types ഓഫ് റൂറൽ സെറ്റിൽമെന്റ് നമുക്ക് ഇന്ത്യയിൽ ഉള്ളത് ഏതൊക്കെയാണ്? ഒന്ന് എന്താണ്, ഒന്ന് ക്ലസ്റ്റേർഡ് ആണ് അല്ലെ, കേന്ദ്രീകൃതമായ വാസസ്ഥലങ്ങൾ. മറ്റൊന്ന് എന്താണ്, സെമി ക്ലസ്റ്റേർഡ് ഹ്യൂമൻ സെറ്റിൽമെന്റ്, അർദ്ധ കേന്ദ്രീകൃതമായിട്ടുള്ള വാസസ്ഥലങ്ങളുമാണ് ഉള്ളത്. മറ്റൊന്നാണ് ഹാംലെറ്റഡ് ആണ്, ഏതാനും വീടുകളുള്ള ചെറു ഗ്രാമങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. ദെൻ ലാസ്റ്റ് ഐസൊലേറ്റഡ് ആണ് അല്ലെ, ഒറ്റപ്പെട്ട അധിവാസ കേന്ദ്രങ്ങളുള്ള വീടുകളാണ്. അപ്പൊ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളൂ. ഇത് ഓരോന്നും എന്താണെന്നോട് നിങ്ങൾ പഠിക്കുക. കാരണം നമുക്ക് എസ്സേ ടൈപ്പും ഷോർട്ട് ടെസ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ ചാൻസ് കൂടുതലാണ്, എന്തായാലും എക്സാമിന് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ദെൻ മറ്റൊന്നാണ് എന്ത്, ദ 2 മെയിൻ ഫൈബർ ക്രോപ്സ്.
ഈ ടോപ്പിക് പഠിച്ചോളൂ. നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് നാരു വിളകൾ ഏതൊക്കെയാണ്? ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും, ഷുവർ ആണ്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഏതൊക്കെയാണ്? നമ്മുടെ പരുത്തി, മറ്റൊന്നോ ചണം. ഈ രണ്ടെണ്ണമാണ് നമുക്കുള്ള പരുത്തി. ഒരു ഖാരിഫ് സീസണിൽ കൃഷി ചെയ്യുന്ന ഉഷ്ണമേഖല വിളയാണ് ഏത് പറയുന്നത്? പരുത്തി എന്ന് പറയുന്നത്. അർദ്ധവരണ്ട പ്രദേശങ്ങളിലാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടപ്പോൾ നമ്മുടെ പരുത്തി കൃഷിയുടെ ഭാഗം എവിടെ ആയിപ്പോയി? പാകിസ്ഥാനിൽ ആയി പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ കൂടുതൽ ഭൂമി പരുത്തി കൃഷിക്ക് കീഴിൽ കൊണ്ടുവരും. പരുത്തി 2 ഇനങ്ങളാണ്. ഇന്ത്യൻ പരുത്തിയും ഉണ്ട്, അതുപോലെ അമേരിക്കൻ പരുത്തി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? കോട്ടൺ ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? മറ്റൊന്നാണ് ചണം, ജൂട്ട്. ജൂട്ട് അറിയാം നിങ്ങൾക്ക്? അറിയില്ലേ? നാടൻ തുണി, ബാഗുകളെ, ചാക്ക് തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ നാം ചണനാരുകൾ ഉപയോഗിക്കാനും. പശ്ചിമ ബംഗാൾ ഇതൊരു നാണ്യവിളയാണ്. പശ്ചിമ ബംഗാളില് ബംഗ്ലാദേശ് രൂപീകൃതമായപ്പോൾ ഇന്ത്യക്ക് ഒരു വലിയ തോതിൽ ചണം കൃഷിയുടെ പ്രദേശങ്ങൾ തന്നെ നഷ്ടമായി. അപ്പൊ രണ്ട് നോക്കുമ്പോ എന്താണ്? നഷ്ടക്കച്ചവടമാണല്ലേ? യെസ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താ? ഇന്ന് ലോകത്തിൽ ചണ ഉൽപാദനത്തിൽ 5ൽ 3 എവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ 4ൽ 3 എവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? പശ്ചിമ ബംഗാളിലാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. ബീഹാറിലും അതുപോലെ അസാമിലും എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ചണം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നോട്ട് ചെയ്തോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്താ ചോദിക്കും? ഓക്കെ അല്ലേ? യെസ്. മറ്റൊരു ടോപ്പിക്കാണ് എന്ത്? റൈസ് ആൻഡ് വീറ്റ്. ഏതൊക്കെയാണ്? ഇന്ത്യയിലെ നെൽകൃഷിയും അതുപോലെ ഗോതമ്പ് കൃഷിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും എക്സാമിന് ചോദിക്കും. എന്താ മക്കളെ? റൈസ്, അരി. നമ്മളെല്ലാവരും അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണല്ലോ അല്ലെ? ഗോതമ്പ് കഴിക്കുന്നവരുണ്ടാകും. എന്താണ്? ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും പ്രധാന ഭക്ഷണമാണ് എന്ത്? അരി എന്ന് പറയുന്നത്. ഉഷ്ണമേഖല ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ നെല്ല് നന്നായി വളരുന്നു. ഏകദേശം 3000 ഇനങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ നെൽകൃഷി ചെയ്യുന്നുണ്ട്. പഞ്ചാബ്, ഹരിയാന, പശ്ചിമ ഉത്തർപ്രദേശ്, വടക്കൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ജലസേചന പ്രദേശങ്ങളിൽ പോലും എന്ത് കൃഷി ചെയ്യുന്നുണ്ട്? നെൽകൃഷി നടത്തുന്നുണ്ട്. കണ്ടോ? തെക്കൻ സംസ്ഥാനങ്ങളിലെ പശ്ചിമ ബംഗാളിൽ ഒരു കാർഷിക വർഷത്തിൽ സാധാരണ 2-3 വിളകൾ നമ്മൾ നെൽകൃഷി ചെയ്യുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ കർഷകർ 3 വിളകൾ എന്ത് ചെയ്യുന്നുണ്ട്? നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഔസ്, മാൻ, ബോറോ എന്നിങ്ങനെയും ഹിമാലയത്തിലും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറേ ഭാഗങ്ങളിൽ നമ്മൾ എന്ത് കൃഷി? തെക്കൻ മൺസൂൺ കാലത്ത് നമ്മൾ ഖാരിഫ് വിളയായിട്ടാണ് നെൽകൃഷി നമ്മൾ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെൽകൃഷി, പഠിച്ചോളൂ. മറ്റൊന്നാണ് എന്ത്? ഗോതമ്പ്. അറിയാലോ? ഗോതമ്പ് അറിയൂലേ? എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ നാണ്യവിളയാണ് എന്ത് പറയുന്നത്? ഗോതമ്പ്. ലോകത്തെ മൊത്തം ഗോതമ്പ് ഉൽപാദനത്തിൽ 12% ആര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? നമ്മുടെ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ വടക്ക് മധ്യപ്രദേശങ്ങളിലും ശൈത്യകാലത്താണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. ഏത് കാലത്താണ്? ശൈത്യകാലത്താണ്. ഇന്തോ ഗംഗാ സമതലമായ മാൾവ പീഠഭൂമിയിൽ 2700 മീറ്റർ വരെ ഉയരത്തിലുള്ള ഹിമാലയത്തിലും ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരു റാബി വിളയാണ്. നെല്ല് ഖാരിഫ് വിളയാണെങ്കിൽ ഗോതമ്പ് റാബി വിളയാണ്. സാധാരണയായിട്ട് ജലസേചന സൗകര്യത്തിലാണ് അത് വളർത്തുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, പഞ്ചാബ്,
ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങൾ എന്താണ്? ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചോളൂ മക്കളെ. എന്തായാലും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി മനസ്സിലാവാത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ നോട്ട്സ് ഒക്കെ വേണം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഓണം എക്സാമിന്റെ ഈ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. നമ്മൾ ഓരോ നോട്ട്സും അതിനെ കൂടെ തന്നെ ഇവിടെ ജോഗ്രഫിയുടെ ഓരോ ചാപ്റ്റേഴ്സിന്റെ സമ്മറിയും PYക്കും ജോഗ്രഫിയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടെ മൈക്രോ വിറ്റോട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? പഠിച്ചൂലേ? തെറ്റല്ലേ? യെസ്. മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും ബൈ.